ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കറുപ്പ് എന്ന മൂവിയുടെ ഒപ്പീനിയൻ പറയാനാണ്. എല്ലാവരും കറുപ്പ് മൂവിയുടെ റിവ്യൂ പറയുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നുണ്ട്, കുറേ പേര് കൊണ്ടുപോയിട്ട് ഉടക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനൊന്നല്ല, ഞാൻ കണ്ടതിൽ വെച്ച് സൂര്യയുടെ ഏറ്റവും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി ആയിട്ടാണ് ഈ ഒരു കറുപ്പ് എന്ന മൂവിനെ കാണുന്നത്. എൻ്റെ മോനെ ഇതിൽ ചില സീനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സൂര്യ. അതായത് ഒരു ഇൻ്റർവൽ ബ്ലോക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തീ പറഞ്ഞത്, അതൊന്നും ഇതുവരെ ഒരു സൂര്യ മൂവിക്ക് ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടറാണ്, നമ്മുടെ മൂക്കുത്തി അമ്മൻ, അതുപോലെ LKG അങ്ങനെ പറഞ്ഞ മൂവികളൊക്കെ എടുത്തിട്ടുള്ള RJ ബാലാജിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളീനെ ഇതിൽ കാണിച്ചിരിക്കുന്നൊരു സീനുണ്ട്, എൻ്റെ മോനെ അല്ല കിഡിലനായിട്ടൊരു കറക്റ്റ് നമ്മൾ സേതുപതിനൊക്കെ എങ്ങനെയാണോ ഇപ്പോൾ ഈ വിക്രത്തിലൊക്കെ കാണിച്ചിരിക്കണം അതുപോലൊക്കെ ഒരു വില്ലൻ. അതായത് നെഗറ്റീവ് മാത്രമായിട്ട് നിൽക്കുന്ന വില്ലൻ, അതിലേക്ക് നമ്മുടെ സൂര്യ വരികയാണ്. അപ്പോൾ ഫുള്ള് പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് സൂര്യ വരുന്നൊരു സാഹചര്യം, ആ ഒരു സൂര്യനെ കാണിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു സിറ്റുവേഷൻസൊക്കെ കൂടിയിട്ട് വരുമ്പോൾ സൂര്യ അങ്ങോട്ട് തെളിഞ്ഞ് നിൽക്കണം തിയേറ്ററിൽ. ഇപ്പോൾ ഏകദേശം 147 കോടിയുടെ അടുത്തേക്ക് ഇതിപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് അടിച്ചു എന്നാണ് നമ്മൾ കേട്ടത്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തെത്തി. അതും വിത്തിൻ 3 days, 3-4 ദിവസങ്ങളുള്ളിൽ. ഇപ്പം ഇന്നും കൂടി ചേർത്ത് 5 ദിവസമെന്ന് തോന്നുന്നു. ഇത് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂവിയിലുണ്ടായ ഒരു ഇമ്പാക്റ്റ്, അതായത് ഇതിൽ സൂര്യ ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തീരെ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് പുള്ളിയെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കാന്താരൊക്കെ കണ്ടു വെച്ചിട്ട് നമുക്ക് അതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അതുപോലൊക്കെ രീതിയിലുള്ളൊരു സംഭവം സൂര്യ ഇതിൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതിൽ സൂര്യനെ വേറൊരു രീതിയിൽ കാണിക്കും. പുള്ളിക്ക് മെയിനായിട്ടുള്ള ക്യാരക്ടർ മാത്രമല്ല, വേറെ 2 രീതിയിലുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അതാണ് ഈ മൂവീനെ കൊണ്ടുപോകണത്. അത് നമുക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇത് ചെയ്തു വെച്ച സാധനം എൻ്റെ മോനെ അല്ല കിഡിലായിട്ട്. ഞാൻ ഇത് റിവ്യൂ ഇടണോ വേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് വീണ്ടും ഇടിപ്പിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മൾ വീണ്ടും റീൽസിലും പിന്നെ യൂട്യൂബിലൊക്കെ ഇത് വീണ്ടും ഇവർ ഒരു ലീക്കുകൾ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ സീന് കാണിക്കുമ്പോഴൊക്കെ നമുക്കത് ഒന്നുകൂടി പോയി കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അതൊക്കെ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. സൂര്യയുടെ ഈ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ള പടങ്ങളിൽ വെച്ച് നല്ല മികച്ച പടമായിട്ടാണ് കറുപ്പ് എന്ന മൂവി ഞാൻ അതിൽ അംഗീകരിക്കണത്. നല്ല കിഡിലിനായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പൈസ എറിഞ്ഞ ആൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇതിന് പൈസ എറിഞ്ഞിട്ടുള്ളത്. അതിനുള്ളത് മൂപ്പർക്ക് മുതലായിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇറങ്ങിയ പടങ്ങളായാലും കങ്കു ഡയറക്ടറായാലും അത്രയ്ക്കും മികച്ച രീതിയിൽ വന്നില്ലെങ്കിലും കറുപ്പ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൂര്യനെ കിട്ടേണ്ട ആൾക്കാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ സൂര്യ കത്തിച്ചു, തമിഴ്നാട് ഫുള്ളും കത്തിച്ചു. അതുപോലെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കറുപ്പ് നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീൻ, ക്ലൈമാക്സ് സീൻ ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിച്ചത് അങ്ങനെ വേണം ആ സീൻ. ചിലവർക്ക് ക്ലിക്കാവാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ അവർക്ക് ക്ലിക്കാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ആ ഒരു ഓഡിയൻസിനൊക്കെ കൂടിയിരുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്നുള്ളൊരു ഇമ്പാക്റ്റ്, അതൊന്നും പറയാൻ പറ്റില്ല. പോലെ നല്ല കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിൽ റിയാക്ഷൻ വീഡിയോ അല്ലാതെ തന്നെ നമ്മൾ റിവ്യൂവിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് ഇത് വേറെ സ്ഥലത്ത് പോലും ഇത് കിട്ടില്ല. നമ്മുടെ കേരളത്തിലാണ് ഇതുപോലത്തെ ഒരു ഗോഡ് റിലേറ്റഡ് മൂവി ഇറങ്ങുകയാണെങ്കിൽ നമ്മളത് എന്തായാലും ചെയ്യും. പക്ഷേ ഇത് തമിഴ്നാട് ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഇത് എന്തായാലും അംഗീകരിക്കും. നമുക്ക് അത് അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഒരു പടം ഇറങ്ങണം. അപ്പോൾ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാന്താരയാണ്. പക്ഷെ അത് വേറെ നാട്ടിലത്തായാലും നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഇത് സ്പ്രെഡായിട്ട് നിൽക്കണ ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെ വരുന്നുണ്ടല്ല കിഡിലും പടം. നമുക്ക് ഒരു എന്താ പറയുക, ദൈവത്തിനെ നമ്മുടെ ഇടയിൽ കാണിക്കണ ഒരു സംഭവം, അത് നല്ല പീക്കായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് മുതലാവുന്ന രീതിയിൽ എല്ലാ സംഭവം ഉണ്ട്. മാസിന് മാസ്, സോങ്ങിന് സോങ്, ബീജത്തിന് ബീജം, അങ്ങനെ എടുത്തു പറയേണ്ട പല രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒട്ടുമിക്ക ആൾക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഒരു സമാധാനം. പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഈ സൂര്യയുടെ ക്യാരക്ടറും പിന്നെ ഈ RJ ബാലാജിയുടെ അവരുടെ തമ്മിലുള്ളൊരു കോംബോ. അത് നമ്മൾ വിചാരിച്ച പോലെ പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളെ ഏകദേശം എങ്ങനെയാണ് ആ ഒരു
ഹീറോനെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറച്ചുകൂടി പീക്ക് ലെവലായിട്ടാണ് നമ്മുടെ സൂര്യനെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് കണ്ട് ഇറങ്ങിയ ആർക്കും ഈ ഒരു മൂവി മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സൂര്യനെ മറക്കാൻ പറ്റില്ല. ഈ ഒരു ക്യാരക്ടർ ചെയ്ത സൂര്യനെ ഇതിൽ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. അതിനുള്ള റിസൾട്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.